പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലേഡീസ് ഓൺലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൺകുട്ടികളും പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാണുന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ എപ്പോഴും ഷൈവേ ഹാളിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അമ്മക്കോ ഭാര്യക്കോ സഹോദരിമാർക്കോ വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷൈവേന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലേഡീസിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രൊഡക്ട്സ് കാണാം. ഷൈവേയിൽ നമുക്കറിയാം ലേഡീസിൻ്റെ ബ്രാസ് അല്ലെങ്കിൽ പാൻറ്റീസ്, അതുപോലെ തന്നെ ഷേപ്പ് വെയേഴ്സ് ഐറ്റംസ്, നൈറ്റ് വെയേഴ്സ്, സ്പോർട്സ് വെയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഷൈവേ ത്രൂ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാ എന്ന് പറയുമ്പം നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അണ്ടർഗാർമെൻ്റ് ആണ് ബ്രാ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പ്രായം മുതൽ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് പ്രായമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ കുറച്ച് വളർന്ന് വലുതാവുമ്പോൾ എപ്പോൾ മുതലാണോ നമുക്കത് യൂസ് ചെയ്യണം എന്ന് തോന്നുന്നത് ആ സമയം മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രാ യൂസ് ചെയ്യണം. യൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സൈസ് ആയിരിക്കണം. അത് കൂടുതൽ സൈസ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസിലുള്ള ബ്രാ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ബ്രാ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡിസ്കംഫർട്ട് ആണ്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബ്രസ്റ്റിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിനെയും നമ്മുടെ ചെസ്റ്റ് വാളിനെയും കണക്ട് ചെയ്യുന്ന ലിഗ്മെന്റ്സ് ഓവർ സ്ട്രെച്ചഡ് ആയിട്ട് നമുക്ക് പെയിൻഫുൾ ഉണ്ടാക്കും. അത് ബ്രസ്റ്റ് ഡിസ്കംഫർട്ടിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാ വേണം ചൂസ് ചെയ്തിട്ട് എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. പിന്നീട് കോമൺലി നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് സാഗിങ്. നമ്മൾ ബ്രാ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് സാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നീടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ബ്രസ്റ്റ് പെയിനും ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവും. പിന്നീടുള്ളത് ബ്രസ്റ്റ് ബൗൺസിങ്. എസ്പെഷ്യലി നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവായിട്ടുള്ള സമയത്ത് നമ്മൾ ബ്രാ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ബൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ബ്രാ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തുള്ള തുണിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ വേർപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിൽ നല്ലോണം ഇറിറ്റേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അവിടെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നല്ലേ, അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഫ്രീ മൂവ്മെൻ്റ് ഒന്നും പറ്റൂല. നമ്മൾ ബ്രാ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്യാനും ഒന്ന് ഡാൻസ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ചൊരു മടിയൊക്കെ ഉണ്ടാവൂലേ, അപ്പോൾ അതൊക്കെ അതിന് കാരണമാവും. ഞാൻ എപ്പോൾ ഷൈവേ ഹാൾ ചെയ്യുമ്പോഴും പറയാറുണ്ട്, ഇപ്പം ഇത്രയും ടൈപ്സ് ഓഫ് ബ്രാസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഷൈവേ ത്രൂ ആണ് അറിഞ്ഞതെന്നുള്ളത്. നമ്മൾ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണം. ടീഷർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ടീഷർട്ട് ബ്രാ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സ്ട്രാപ്ലെസ് ബ്രാ ഉണ്ട്, അങ്ങനെ എവറിഡേ ബ്രാ ഉണ്ട്, നേഴ്സിംഗ് ബ്രാ വേറെ ഉണ്ട്, സ്പോർട്സ് ബ്രാ ഉണ്ട്. അങ്ങനെ ഓരോരോ സമയത്ത് ഓരോ ടൈപ്സ് ഓഫ് ബ്രാ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഷൈവേ നമ്മൾ നോക്കുന്ന സമയത്ത്. എസ്പെഷ്യലി നമ്മൾ ബ്രസ്റ്റ് ഫീഡിൻ്റെ സമയത്തൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ബ്രാസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നമുക്കറിയാം ആ സമയത്ത് നമുക്ക് പല ഇഷ്യൂസും ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ നിപ്പിളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നേഴ്സിംഗ് ബ്രാസ് തന്നെ നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ ബ്രാ ധരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെയും കൂടെ ഭാഗമാണ്. നമുക്കറിയാം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കൊരു മടിയും ചമ്മലൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്രാസ് തന്നെ ധരിക്കണം. ഇനി നമ്മൾ 24 hours ഒരു ഡേയിൽ ബ്രാ ധരിക്കണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ടാണ്. നമുക്ക് കംഫേർട്ടായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ധരിക്കാവുന്നതാണ്. ഫുള്ള് ധരിക്കണം അങ്ങനെ ഒരു റൂളൊന്നുമില്ല. പിന്നെ രാത്രിയിൽ ബ്രാ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ചില ന്യൂസൊക്കെ കാണാറുണ്ട്, ന്യൂസ് എന്നല്ല ചില സ്ഥലത്തു നിന്നൊക്കെ കേൾക്കാറുണ്ട് രാത്രി നമ്മൾ ബ്രാ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ വലിയ ഡോക്ടറെ പോലെ പറയുന്നതല്ല, ഞാൻ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിട്ട് പറയുന്നതാണ് കേട്ടോ. അത് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാവുമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് നോർമലി ഡെയിലി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അതും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളതല്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളത്തേക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളാണ്. ഇടയ്ക്ക് നമുക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല.
ഇനി അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, ഞാൻ ഷൈവേന്ന് വാങ്ങിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഷൈവേനെ പറ്റി പറയുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും അതിനകത്ത് ഭയങ്കര പൈസയാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതല്ല എന്നുള്ള കാര്യം. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഷൈവേ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷെ അതിനകത്ത് നല്ല ഓഫേഴ്സ് ഉണ്ടാവും. ഒരു 3 എണ്ണം വാങ്ങിക്കുമ്പോൾ 2 എണ്ണം ഫ്രീ, അല്ലെങ്കിൽ 2 എണ്ണം വാങ്ങിക്കുമ്പോൾ 3 എണ്ണം ഫ്രീ, അങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഓഫറിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് കിട്ടുന്ന ആ റേഞ്ചിൽ തന്നെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വേണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ നാൾ യൂസ് ചെയ്താൽ തന്നെ അതിന് ഒന്നും കേടൊന്നും വരില്ല, കളർ ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ തുണിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ഷൈവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മെയിനായിട്ട് എവരിഡേ ബ്രാവും അതുപോലെ തന്നെ ടീഷർട്ട് ബ്രായും ആണ്. അതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ സ്ലീവ്ലെസ്സും അതുപോലെ തന്നെ ബാക്കി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ടീഷർട്ട് ബ്രാ ആണ്. നൈലോൺ സ്പാൻഡെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസ്, ഒരു ഷൈവേ ഹോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഒക്കെ ഷൈവേ ഹോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അതിനൊക്കെ കാണിച്ചു തന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഇപ്പോഴും അതുപോലെ ഉണ്ട് കേട്ടോ, ഒരു കേടുപാടോ സംഭവിച്ചില്ല. ഞാൻ മെഷീനിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത്, എന്നിട്ടും ഒന്നും മോശമൊന്നും ആവുന്നേ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ആണ്. മുന്നിൽ തന്നെ ഇങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ടീഷർട്ട് ബ്രാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നിപ്പിളൊന്നും വിസിബിളായിട്ട് പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അതിനായിട്ട് തന്നെ പാഡഡ് ആണ് വരുന്നത്. ഇത് പാഡഡ് ബ്രാ ആണ്. പാഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് ഹെവി പാഡൊന്നല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല നോർമലി ഉള്ള ഒരു സെമി പാഡ് ടൈപ്പിലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റിയെല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ എലാസ്റ്റിക് ആയാലും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ ആയാലും ഒക്കെ നമുക്ക് സ്ട്രെച്ചബിൾ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേർപ്പൊന്നും തട്ടുമ്പോൾ ബാക്കിയുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ട് നല്ല കളർഫുൾ ജാങ്കോ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. എന്നാലും കാണുമ്പോൾ ഒരു രസമല്ലേ, പുറത്തിടാണ്ടെങ്കിലും എന്നാ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ കളർഫുള്ളൊക്കെ ആയിട്ടുള്ളത് കാണുമ്പോൾ. അപ്പോൾ അടുത്തതൊരു ബ്ലൂവിൽ ഒരു പ്രിൻറ്റ് വരുന്ന ടൈപ്പിലുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ സെയിം നൈലോൺ സ്പാൻഡെക്സിൽ വരുന്ന ഒരു ടീഷർട്ട് ബ്രാ തന്നെയാണ്. ഫസ്റ്റ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ താഴെ വരുന്ന ഈ എലാസ്റ്റിക് ഇത് കുറച്ചും കൂടെ വിഡ്ത്തിലുള്ള കുറച്ചും കൂടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് ഇതിന് വരുന്നത്, ഈ പ്രിൻറ്റഡ് ആയിട്ടുള്ളതിന് വരുന്നത്. നെക്സ്റ്റ് വണ്ണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റുള്ള ഒരു സംഭവമാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് കൊടുത്തിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഒരു ബ്രാ ആണ് വരുന്നത്. അപ്പോൾ ഇതിനിടെ കുഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു കുഞ്ഞ് ഡീറ്റെയിൽ ഉണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അടിയിലും കുഞ്ഞ് ലേസ് വർക്ക് പോലെയെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയൊക്കെ സെയിമാണ്, നല്ല സ്ട്രെച്ചബിൾ ആണ്. നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യുന്ന സമയത്ത് 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ഒരു ബ്രാഗനല്ല 2 എണ്ണല്ലേ ഉണ്ടാവുക, ഇതിന് 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സൈസ് മീൻസ് നമുക്ക് അധികം ടൈറ്റും അധികം ലൂസൊന്നും ആവാണ്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെയിം ടീഷർട്ട് ബ്രാ തന്നെ നൈലോൺ സ്പാൻഡെക്സിൽ വരുന്ന വേറൊരു പ്രിൻ്റുള്ള അതാണ് അടുത്തത് വരുന്നത്. ഒരു ലൈറ്റ് പിങ്കിൽ വേറൊരു പ്രിൻ്റഡ് ഡിസൈൻ വരുന്നുണ്ട്. വേറെ കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല. നേരത്തെ മെറ്റീരിയലെല്ലാം സെയിം നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഇടാൻ നമ്മുടെ സ്കിന്നിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. സെയിം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക്കും ബാക്കി ഡീറ്റെയിലിങ്ങും എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 4th ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടീഷർട്ട് ബ്രാസ് അത്രയാണ്. നമുക്ക് എവരിഡേ ബ്രാ നോക്കാം. ഇതൊരു വൈറ്റ് കളറിലുള്ളതാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാ ഉണ്ടല്ലോ, അതുതന്നെയാണ്. കോട്ടൺ സ്പാൻഡെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ. നല്ലോണം സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ ഒരു കോട്ടൺ സ്പാൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു നോർമൽ ബ്രാ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെയിം തന്നെയാണ്. ഇതിനും 3 ഹുക്ക് വരുന്നുണ്ട് അത് കൊളുത്താൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ എനിക്ക് ഷൈവേൻ്റെ പ്രൊഡക്ട്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാറ്റഗറിയാണ് നേരത്തെ കാണിച്ചിട്ടുള്ള ടീഷർട്ട് ബ്രായും പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു ടൈപ്പ്. നമുക്ക് എവരിഡേ ബ്രായിൽ ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു നല്ല ഐറ്റമാണ്. ഇത് എൻ്റെ അടുത്ത് ഇതൊരു 3-4 എണ്ണം ഉണ്ട് ഇതിന് മുന്നേ വാങ്ങിച്ചത്. അപ്പോൾ ഇതാ ഈ ഒരു കളറിലുള്ളതാണ്. ഇവിടെ കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ഒരു നോർമൽ ബ്രാ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഇതൊരു ഇവിടെ 2 ലെയറൊക്കെ ആയിട്ട് നല്ല പ്രൊട്ടക്ഷൻ തരുകയും ചെയ്യും. പാഡഡ് ഒന്നുമല്ല, നോൺ പാഡഡ് ആണ്. പക്ഷെ നല്ല സുഖമാണ്. അത്യാവശ്യം ഒരു ടീഷർട്ടിന് ഇട്ടാൽ തന്നെ അധികം നിപ്പിളൊന്നും പുറത്ത് കാണാത്ത രീതിക്ക് നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഐറ്റം.
ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒന്നുകൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഇതാ, ഇത് ഒരു സ്പോർട്സ് ബ്രാൻഡിലും ഒരു മോഡലിലുള്ള എവരിഡേ ബ്ര അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ ഒരു 2 ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സ്പാൻഡെക്സ് തന്നെയാണ്, 3 എണ്ണം കോട്ടൺ സ്പാൻഡെക്സ്. ഷൈവയിൽ ഒരുപാട് നൈറ്റ് ഡ്രസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഷോർട്ട്സ് വേണമെങ്കിലും പാൻറ്റും ടീഷർട്ടും വേണമെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് ഒരു നീ ലെങ്ത് വരുന്ന ഒരു കാഷ്വൽ സ്ലീപ്പിംഗ് ടീഷർട്ടാണ്. ഇതിൻ്റെയും ഇവരെ എല്ലാ മെറ്റീരിയലായാലും നല്ല ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്യാവശ്യം പ്രൈസ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. ക്വാളിറ്റി കൂടുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി പ്രൈസും കൂടുമല്ലോ. അപ്പോൾ ഇതൊരു ബ്ലൂ ഫ്ലോറൽ പ്രിൻറ്റഡ് വരുന്ന ഒരു ടീഷർട്ടാണ്. നീ ലെങ്ത് ആണ് വരുന്നത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ സ്പാൻഡെക്സിൽ വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഇത്രയും നല്ലോണം സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് നൈറ്റിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരിക്കും. എസ്പെഷ്യലി ഈ ചൂടുള്ള സമയത്തൊക്കെ ഇടാൻ വേണ്ടി നല്ല സുഖമാണ്. ഇത് ഷൈവേൻ്റെ തന്നെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലാർജ് സൈസിലാണ്. എല്ലാ സൈസസും അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ മതി. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ കളർ വേരിയേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നീ ലെങ്ത് അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഷോർട്ട്സും ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ടോപ്പും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് COD അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15 days ഈസി എക്സ്ചേഞ്ചോ റിട്ടേൺ പോളിസീസും കൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് 5% ഡിസ്കൗണ്ട് കിട്ടും. പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് 5% ഡിസ്കൗണ്ട് ഉണ്ട്. ഷൈവനകത്ത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എവറി മന്തും മാറിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ബ്രാസ് 3 at 1199 ഉണ്ട്. അതുപോലെ ബൈ 2 get 3 ഫ്രീ ഓഫർ ഉണ്ട്. അപ് ടു 40% ഓഫ് ഉണ്ട് നൈറ്റ് വെയേഴ്സിനൊക്കെ. അതുപോലെ തന്നെ ബ്രാസ് ബൈ 3 for 899 ഉണ്ട്. ബ്രാസ് സ്റ്റാർട്ട്സ് ഫ്രം 199 ബ്രാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാൻറ്റീസ് ബൈ 3 for 599. സ്പോർട്സ് ബ്രാസ് ബൈ 2 for 1049. അങ്ങനെ കുറേ ഓഫേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ബ്രാസിൻ്റെ ടൈപ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ ടൈപ്സ് ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞേരേ. പുഷപ്പ് ബ്രാ ഉണ്ട്, നഴ്സിംഗ് ബ്രാ ഉണ്ട്, സ്പോർട്സ് ബ്രാ, മിനിമൈസർ ബ്രാ, സ്ട്രാപ്ലെസ് ബ്രാ, ബ്രാലറ്റ് ബ്രാ, ബിഗിനേഴ്സ് ബ്രാ, പ്ലസ് സൈസ്, ഹൈ സപ്പോർട്ട്, നഴ്സിംഗ് ബ്രാ ഓൾറെഡി പറഞ്ഞു, ടീഷർട്ട് ബ്രാ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ വിത്ത് ഫോട്ടോ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ പേരറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്പിൽ കയറി നോക്കിയാൽ മതി. അതിനകത്ത് അതിൻ്റെ ഫോട്ടോ കാണും. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ കറക്റ്റ് സൈസിലുള്ള ബ്രാ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ബ്രാ സൈസ് കാൽക്കുലേറ്ററും കൂടെ അവൈലബിൾ ആണ്. നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന 2 മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് സൈസ് യൂസ് ചെയ്യണം എന്നുള്ളത് ആ ആപ്പ് നമുക്ക് പറഞ്ഞുതരും. ആ സൈസിലുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷൈവേ ഹോൾ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.